ഇത് കാണുമ്പോൾ അമ്മൂസെന്ന് വിചാരിക്കേണ്ട, ഇതാണ് മുത്തബൽ. വഴുതങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു അറബിക് സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഇത് ഓവണിൽ കിട്ടുന്ന സ്റ്റാൻഡില്ല, അത് ഇങ്ങനെ നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്ത് ഇത് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ രണ്ട് ഭാഗം മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ കത്തിയോട് നല്ല പോലെ കുത്തിയാൽ കൊള്ളുന്ന പോലെ ആയി കിട്ടും. അപ്പോൾ വെന്ത് നല്ല പാകമായി കിട്ടും എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഇതാ ഉള്ളൊക്കെ നല്ല വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലോ ചോപ്പറിലോ ഇട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ ചോപ്പറിലാണ് അരക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ മുറിച്ച് രണ്ട് ഭാഗമാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ചോപ്പറിൽ ഇട്ട് കൊടുക്കുന്നതാണ്. മിക്സിയുടെ ജാറിലോ അരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ മുറിച്ചെടുത്ത് ഞാൻ ചോപ്പറിലിട്ട് കൊടുത്ത് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും 1 മുറി ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പ് 1 ടേബിൾ സ്പൂൺ തൈഞ്ഞ എള്ളരച്ചത് അതും ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുത്തബല്ല റെഡിയായി കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ്. റൊട്ടിക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു മുത്തബല്ലാണ്. അങ്ങനെ ഇതാ ഒലിവ് ഓയിലും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ പാത്രത്തിൽ മാറ്റിയതിന് ശേഷം സ്പൂണോട് ഇങ്ങനെ ഇളക്കിയെടുത്ത് ലെവലാക്കിയിട്ട് എടുക്കണം. ഇതിന് മുകളിലായി ചില്ലി ഫ്ലക്സും പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വേണമെങ്കിൽ ഒലിവ് ഓയിലും ചേർക്കാം. പിന്നെ ഞാൻ അലങ്കാരത്തിനായി മല്ലിയിലയോ ഉറുമാമ്പഴം തൊല്ലിയതോ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് നമ്മുടെ മുത്തബല്ല് നല്ല റെഡി ആയിട്ടുണ്ട്. റൊട്ടിക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അറബിക് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.